അമ്മ രുചിക്കൂട്ടിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എളുപ്പത്തിലുണ്ടാക്കാവുന്ന ഗോതമ്പ് പൊടി കൊണ്ടുള്ള ബോണ്ടയാണ്. അതിന് വേണ്ട സാധനങ്ങൾ: 1½ ഗ്ലാസ് ഗോതമ്പ് പൊടി. ഈ ഗ്ലാസ്സിന് 1½ ഗ്ലാസ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. 1 തവി അരിപ്പൊടി, 2 വാളംതലമ്പഴം, 200 ശർക്കര ഉരുക്കിയത്. ഇനി ഇത് ചേർക്കുന്ന കുറച്ച് തേങ്ങ വറുത്ത് എടുത്തിട്ടുണ്ട്, അതും കൂടെ ചേർത്ത് ഒരുമിച്ച് അരിപ്പൊടി ഇടുക. ശകലം ബേക്കിംഗ് സോഡ ചേർക്കുക. 1 നുള്ള് ഉപ്പ് ചേർക്കുക. രണ്ട് വാളംതലമ്പഴം എടുത്ത് ഇതിനകത്തിലോട്ടിട്ട് രണ്ട് കൂടെ തേങ്ങ വറുത്ത് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇതിനകത്ത് ചേർക്കുകയാണ്. ഒരു നുള്ളി ജീരകം കൂടെ ആഡ് ചെയ്യുന്നു. നല്ലപോലെ ഞെവടി കുഴയ്ക്കുക. തേങ്ങായും ഗോതമ്പ് പൊടിയും അരിപ്പൊടിയും ജീരകവും ഉപ്പും ബേക്കിംഗ് സോഡയും പഴവും കൂടെ നല്ലപോലെ ഞെവടി ഇളക്കുക. ഉരുക്കി വെച്ച ശർക്കര ഇതിനകത്തിലോട്ട് ശകലിച്ച് ഒഴിച്ച് പഴം നല്ലതുപോലെ ഞെവടി ഗോതമ്പ് പൊടിക്കകത്ത് അരിപ്പൊടിക്കകത്ത് മിക്സ് ആകണം നല്ലതുപോലെ. ഇത് ഉരുക്കി വെച്ച ശർക്കര ശകലിച്ച് ഒഴിച്ച് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ കുഴച്ച് ശകലം അയഞ്ഞ്, അത്രയും മുറുക്കാൻ വേണ്ട, ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന അത്രയും മുറുക്കാൻ വേണ്ട, ശകലം കൂടെ അയഞ്ഞിരിക്കണം. മധുരം അനുസരിച്ച് ശർക്കര 200 ഗ്രാം എടുത്തിട്ടുണ്ടെങ്കിലും മധുരത്തിനനുസരിച്ച് ചേർത്താൽ മതി. ചിലർക്ക് മധുരം ഒത്തിരി ഇഷ്ടമല്ല, ചിലർക്ക് മധുരം കൂടുതൽ വേണം, അതനുസരിച്ചുള്ള ശർക്കര ഒഴിച്ച് നല്ലപോലെ മയം വരണം. നല്ലപോലെ മയം വന്നെങ്കിൽ ഇത് വെക്കുമ്പം നല്ല സ്മൂത്തായിട്ടിരിക്കത്തുള്ളൂ. ഒഴിച്ച് കൊടുത്താൽ മതി. സഹകരിച്ച് ഒഴിച്ച് കൊടുത്ത് നല്ലപോലെ നല്ലപോലെ മധുരം വേണ്ടവർക്കാണെങ്കിൽ നല്ലതുപോലെ ശർക്കര ഒഴിച്ച് കൊടുക്കണം. ചിലർക്ക് മധുരം തീരെ കുറച്ച് മതി, അതുകൊണ്ട് അതനുസരിച്ചുള്ള ശർക്കര ചേർത്താൽ മതി. ഇവിടെ എല്ലാവർക്കും നല്ലപോലെ ഇഷ്ടമാണ് മധുരം, അതുകൊണ്ട് ഞാൻ ഇതുപോലെ നല്ലതുപോലെ കുഴച്ച് നല്ലപോലെ ഈ രീതിയിൽ കുഴച്ച് വെക്കുക. എന്നിട്ട് 1½ മണിക്കൂറിന് ഇതൊന്ന് കുതിരാൻ വെക്കണം. 1½ മണിക്കൂറിന് ശേഷം നമുക്ക് ഇത് ബോണ്ട ഉണ്ടാക്കാൻ എടുക്കാം. 1½ മണിക്കൂർ ഇരിക്കണം ഇത്. 1½ മണിക്കൂറിന് ശേഷം നമുക്ക് ബോണ്ട ഉണ്ടാക്കാൻ ഉപയോഗിക്കാം. അതിനുശേഷം പുളിച്ച് എല്ലാം റെഡിയായിരിക്കുന്നത്. ഇതുകൊണ്ട് നമുക്ക് ബോണ്ട ഉണ്ടാക്കാൻ തുടങ്ങാം. നോക്കി കൈ ഒട്ടാതിരിക്കത്തൊക്കെയാണ് നമുക്ക് ഇങ്ങനെ ഉരുട്ടി ഇതെന്നെ എടുക്കും. രുചി
ഉപയോഗിച്ചിരിക്കുന്ന എണ്ണ രുചി ഗോൾഡ് ഓയിലാണ്. ഇഷ്ടമുള്ള ഓയിൽ ഉപയോഗിച്ച് വെളിച്ചെണ്ണ വേണമെന്നവർക്ക് വെളിച്ചെണ്ണ ഉപയോഗിച്ചെടുക്കാം. ഞാൻ ഉപയോഗിക്കുന്നത് രുചി ഗോൾഡ് എന്ന ഓയിലാണ്. തീ കുറച്ചിട്ട് വേണം എടുക്കാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അകമൊട്ട് വേവത്തുമില്ല, പുറം അങ്ങ് കരിഞ്ഞു പോകും എളുപ്പം. നമ്മൾ ചെറിയ തീയിലിട്ട് ഉണ്ട്. തീ എന്തെങ്കിലും ശകലം കൂട്ടിയിട്ടിരുന്നത്, അതുകൊണ്ടാണ് അവിടെ ശകലം മൂത്തതുപോലായത്, കരിഞ്ഞതുപോലായത്. കരിഞ്ഞിട്ടില്ലെന്നാലും അത് തീ കുറച്ചിട്ട് വേണം ഇത് മൂപ്പിച്ചെടുക്കാൻ. പുറം നല്ല ചുമന്നിരിക്കണം, അകം നല്ലപോലെ വേവുകയും വേണം. തീ കൂട്ടിയിട്ടാൽ എളുപ്പം അതങ്ങ് കരിഞ്ഞു പോകും, അകമൊട്ട് വേവത്തുമില്ല. ഞാൻ കുറച്ച് മാത്രമാണ് ഓയിൽ ഒഴിച്ചിരിക്കുന്നത്. മുങ്ങിക്കിടക്കാത്തക്ക വണ്ണം ഓയിൽ ഒഴിച്ച് വേണം നമ്മൾ ഇതെടുക്കാൻ. ഞാനിപ്പോൾ ആദ്യം ഒരു 3-4 ഇട്ടുള്ളൂ. ഒരു 6 കൂടി ഇതിനകത്ത്, 2 ഒരു 3-4 കൂടി ഇടാം. 6 മൊത്തം ഇതിനകത്ത് ഇടാം. വരത്തുള്ളൂ. നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം. എൻ്റെ ചാനൽ കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ചാനൽ ലൈക്ക് ബട്ടൺ നടത്തി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം. എന്നിട്ട് എൻ്റെ അഭിപ്രായം നിങ്ങൾ അറിയിക്കണം. മൂത്ത അരി കുറേശ്ശെ എടുക്കുന്നത് ഞാൻ. സാവകാശം മൂക്കത്തുള്ളിത്. സാവകാശം കുറേശ്ശെ തീ ഇട്ട് വേണം, ഒരുപാട് തീ ഇടരുത്. എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. കുട്ടികൾക്കെല്ലാം ഇത് ഇഷ്ടപ്പെടും.